പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന മനോഹരമായിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 5 മീറ്റർ വിഡ്ത്തുള്ള ഇന്റേണൽ റോഡാണ് ഇതിൻ്റെ ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. പുക്കാട്ടുപടിക്കടുത്ത് മലയിടന്തൂർ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 6 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2600ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന 4+ സ്റ്റഡിയാണ്. ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കോമ്പൗണ്ടിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല കിണർ വെള്ളം കിട്ടുന്ന ഏരിയ ആണ്. മാത്രമല്ല അതേ വിശാലമായുള്ളൊരു വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. അഞ്ച് മീറ്റർ വിഡ്ത്തുള്ള ഇന്റേണൽ റോഡ് ആയതുകൊണ്ട് തന്നെ ഒരേ സമയം 2 വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് പാസ് ചെയ്യാനുള്ള വിഡ്ത്ത് വരുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ബോക്സ് ഡിസൈൻ എലവേഷൻ ഇതിൻ്റെ കോമ്പൗണ്ട് വാളിനും കൊണ്ടുവന്നിട്ടുണ്ട്. കർവിംഗ് ഡിസൈനും അത് കൂടാതെ തന്നെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ 4-വേ ലൈറ്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. നേരെ നമ്മൾ കോമ്പൗണ്ടിൻ്റെ അകത്തേക്കാണ് വരുന്നത്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് വന്നിരിക്കുകയാണ്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നേരെ പോർച്ചിലേക്ക് വരാം. വലിയൊരു വാഹനം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് കൊടുത്തിരിക്കുകയാണ്. ഒരു സർക്കിൾ ഡിസൈനും മറ്റുമൊക്കെ ആയിട്ട് പോർച്ചിൻ്റെ ഒരു സൈഡിൽ ഭിത്തി കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിങ്ങിൽ LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ മാറി ഒതുങ്ങിയിട്ട് പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് സൗത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് വരാം. ഇവിടെയും നമുക്ക് ഒന്നിലധികം വാഹനം പാർക്ക് ചെയ്യാം. അറ്റ് എ ടൈമിൽ 4 വാഹനങ്ങളോളം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിലും ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു പ്ലാന്റഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. റിവർ സ്റ്റോൺ വരുന്നുണ്ട്. പ്ലാന്റ്സ് വരുന്നുണ്ട്. സൈഡിൽ വശങ്ങളിലെല്ലാം പ്ലാന്റ്സ് കൊടുത്തിരിക്കുകയാണ്. ഒരു സൈഡിൽ ഒരു പാം ട്രീ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് KTP വാട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കാവുന്നതാണ്. പൈപ്പും കാര്യങ്ങളും നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് നാനോ ടൈലിലാണ്. അപ്പം സ്ട്രെയിറ്റ് ആയിട്ട് കയറാവുന്ന രീതിയിൽ വീടിൻ്റെ ദർശനവും വന്നിരിക്കുന്നത് വെസ്റ്റിലേക്കാണ്. അകത്തേക്ക് കയറാം. പ്രധാന ഡോറ് വന്നിരിക്കുന്നത് 2 പീസ് ഡോറായിട്ടാണ്. ഗോദ്രേജിൻ്റെ ലോക്ക് വരുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. കയറി വരുന്ന ഭാഗത്തു നിന്നും ഒന്ന് താഴ്ത്തിയിട്ട് മാറ്റ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേൺ വന്നിരിക്കുന്നു. ഇത് വെസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റിൽ ഇതിന് ലിവിങ് സ്പേസ് ആണ്. അതും ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിൽ വാൾ ഫാനും കൊടുത്തിട്ടുണ്ട്. എല്ലാ വിൻഡോസുകളും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നല്ല വിഡ്ത്തുള്ള വിൻഡോസുകളാണ് വന്നിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള വിൻഡോസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് യഥേഷ്ടം വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫാൾ സീലിങ്ങിൽ മനോഹരമായുള്ള ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. TV യൂണിറ്റ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡൈനിങ് സ്പേസിലേക്കും കാണാവുന്ന രീതിയിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഭംഗിയുള്ളൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അപ്പം മനോഹരമായിട്ടുള്ളൊരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. നേരെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ഈ ഡൈനിങ് ഏരിയയുടെ മേലെയായിട്ട് ഫാൾ സീലിംഗ് വർക്ക്, ഫാന്, മറ്റു കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. 6 ചെയറിൻ്റെയോ 8 ചെയറിൻ്റെയോ 10 സീറ്ററിൻ്റെയോ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഫാൾ സീലിംഗിലും BLDC ഫാനും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നൊരു വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു കോർട്ട്യാർഡോ വാട്ടർ ഫൗണ്ടനോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ഭിത്തി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടൈല് കൊടുത്തിട്ടുണ്ട്, പേവിങ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല റിവർ സ്റ്റോൺ ആണ് സൈഡിലെല്ലാം കൊടുത്തിരിക്കുന്നത്.
ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇതിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കോക്കറി ഷെൽഫ് കൗണ്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനും കാര്യങ്ങളുമാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഭംഗിയായിട്ട് ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് കൗണ്ടറിലേക്ക് വരാം. നല്ല കളർ പാറ്റേണിലുള്ള വാഷ് ബേസിനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. മിക്സർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടർ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചണിനകത്തേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിലാണ്. എൽ ഷേപ്പിൽ നാനോവൈറ്റ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കളർ പാറ്റേൺ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു 2 കളർ പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതും മാറ്റ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഫാബറിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിഴക്ക് വശം. കിഴക്കോട്ട് നമുക്ക് പാചകം ചെയ്യാവുന്ന രീതിയിൽ ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. അപ്പം ഭംഗിയായിട്ട് നമുക്കിവിടെ സ്റ്റൗ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ 2 പാളി ജനലാണ് വന്നിരിക്കുന്നത്. അതും ഈസ്റ്റ് സൈഡിൽ. നോർത്ത് സൈഡിൽ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സിങ്ക് വരുന്നുണ്ട്. സിങ്കിന് ജാഗ്വാറിൻ്റെ സിങ്കോക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും മിക്സർ ടൈപ്പ് ഉള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി വലിയ ഫ്രിഡ്ജ് ആണെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ലെഗ്രാൻഡിൻ്റെ ബ്ലാക്ക് കളർ എഡിഷനിലുള്ള സ്വിച്ചസ് ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്ക് ഏരിയ നോക്കാം. വർക്ക് ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. ഒരു സൈഡിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കിണർ വന്നിട്ടുണ്ട്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ കബോർഡ് വരുന്നുണ്ട്. അതിൻ്റെ മേലെ ഗ്രാനൈറ്റ് വരുന്നതാണ്. സൈഡ് വശങ്ങളെല്ലാം മറയ്ക്കുന്നുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലായിട്ട് ഡോർ വരുന്ന രീതിയിൽ. അപ്പം കിഴക്ക് വശം നല്ല വിശാലമായുള്ളൊരു വർക്ക് ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നേരെ നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. മാസ്റ്റർ ബെഡ്റൂമിന് ഒരു സൈഡിലായിട്ടാണ് DB യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. 3 ഫേസ് ലൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. വെസ്റ്റ് സൈഡിലായിട്ട് പെർമനന്റ് ഗ്ലാസ് വിൻഡോസ് മാത്രമല്ല, ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ UPVCയിൽ ടഫ് ആൻഡ് ഗ്ലാസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഫാസ്റ്റ് സീലിങ്ങിലെ വർക്കാണ് എടുത്തു പറയേണ്ടത്. കർവിംഗ് ഒന്നും കൊടുക്കാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡസ്റ്റ് വരാത്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. BLDC ഫാൻ വരുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ് പൊസിഷൻ വരുന്ന ഭാഗത്തേക്ക് വരാം. അതായത് സൗത്ത് സൈഡിലേക്ക് ഹെഡ് പൊസിഷൻ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വശങ്ങളിലെല്ലാം ബെഡ് സ്വിച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബെഡ് വരുന്നത് സൗത്തിലേക്ക് വരുന്ന രീതിയിൽ. അപ്പം ഈ ഭാഗത്ത് ഒതുങ്ങി മാറിയിട്ടാണ് ഇതിൻ്റെ കബോർഡ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പാറ്റേണും കളർ പാറ്റേണും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ നമുക്ക് കുറച്ച് സ്പേസ് വന്നിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കബോർഡ്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിൻ്റെ ഡോറിന് പാറ്റേണൊക്കെ ഭംഗിയായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിൻ്റെ ഡോറ് തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു കളർ പാറ്റേണും ഒക്കെയാണ്. ഇവിടെ ഒരു ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. സെറേറയാണ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്. ക്ലോസറ്റ് വന്നിരിക്കുന്നത് ജാഗ്വാറിൻ്റെ ആണ്. ഫ്ലഷ് ടാങ്ക് വന്നിരിക്കുന്നത് ഗബ്രിയേറ്റ് എന്ന ബ്രാൻഡിൻ്റെയാണ്. താഴെ മാറ്റ് ടൈല് ഭിത്തി മാറ്റ് തന്നെയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഈ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ലിവിങ് സ്പേസ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമുക്കൊരു കുഷൻ ആഡ് ചെയ്യാം. സ്റ്റോറേജ് സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റീഡിങ് സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി സ്പേസ് ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഭാഗത്തൊരു TV സ്പേസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു TV മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗെയിം സ്പേസ് ആയിട്ടൊക്കെ ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇതും UPVCയിൽ ടഫ് ആൻഡ് ഗ്ലാസ് ആണ്. നമുക്ക് പുറത്തേക്ക് ഒരു കോട്ടിയാട് പോലെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ധാരാളം ചെടികളൊക്കെ നമുക്ക് അവിടെ വെച്ച് കുറച്ചും കൂടി ഭംഗിയാക്കാവുന്നതാണ്. സ്റ്റെയറിൻ്റെ സ്പേസിലേക്ക് വരുന്ന ഡബിൾ ഹൈറ്റ് ഏരിയ ആണിത്. ആ സ്പേസ് ഭംഗിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇവിടെയും ബെഡ് പൊസിഷൻ വന്നിരിക്കുന്നത് സൗത്തിലേക്ക് വെക്കാവുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ബെഡ് സ്വിച്ചൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജനലുകളെല്ലാം പാനൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയും സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. AC പോയിന്റ് വരുന്നുണ്ട്. BLDC ഫാൻ വരുന്നുണ്ട്. മനോഹരമായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കൊക്കെ വരുന്നുണ്ട്. ഇത് കൂടാതെ നല്ല ഭംഗിയുള്ളൊരു കളർ പാറ്റേണിലാണ് ഇതിൻ്റെ കബോർഡ് വർക്കും മറ്റുമൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിലൊരു ഡ്രസ്സിങ് ടേബിളും മറ്റുമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വെറ്റ് ഡ്രൈയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കൗണ്ടർ വാഷ് ബേസിൻ, വേറൊരു ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാവുന്നതാണ്. സെറയുടെ ഡൈവേർട്ടർ, റെയിൻ ഷവർ എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടൈൽ പാറ്റേൺ മാത്രം താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോറിൻ്റെ കളർ പാറ്റേണിലും മാറ്റം വന്നിട്ടുണ്ട്. ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള, അതായത് നല്ല വിട്ടുള്ള സ്റ്റെയറാണ് വന്നിരിക്കുന്നത്. അപ്പം ഈസി ആയിട്ട് നമുക്ക് പാസേജും മറ്റു സാധനങ്ങളും കൊണ്ടുപോകാനായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല
നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. വുഡിൻ്റെ ടെക്സ്ചറുള്ള മാറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടീക്കൂഡിൽ ഹാൻഡിൽ കൊടുത്തിരിക്കുകയാണ്. ടഫ് ആൻഡ് ഗ്ലാസും വന്നിട്ടുണ്ട്. കയറുന്ന ഭാഗത്തൊരു സൈഡ് ലാൻഡ് സ്ട്രിപ്പ് ലൈറ്റ് ഓടിച്ചിട്ടുണ്ട്. ഒന്ന് കയറി ലാൻഡ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഇവിടെ കുഷൻ ആഡ് ചെയ്യാം. കുഷൻ ഇട്ടില്ലെങ്കിൽ ഓൾറെഡി നാനോ ടൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ള് നമുക്ക് സ്ലൈഡ് ചെയ്യാം. മാത്രമല്ല UPVCയിൽ ടഫ് ആൻഡ് ഗ്ലാസും കൂടിയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിം ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. അതിവിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത്. അപ്പം ഇതൊരു കോറിഡോർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൂടാതെ തന്നെ ഇവിടെയും നമുക്ക് സ്പേസ് ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് ആണ്. അതിൽ 2 ഡബിൾ ഹൈറ്റ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഈ കാണുന്നത്. ഇത് കൂടാതെ നമ്മുടെ സ്റ്റെയർ ഏരിയ വരുന്ന ഡബിൾ ഹൈറ്റ് ഏരിയ ആണ് ആ ഭാഗത്ത് കാണുന്നത്. ഫാൾ സീലിംഗ് വർക്കെല്ലാം പ്രത്യേകതയുള്ളതാണ്. അതായത് ഒട്ടും ഡസ്റ്റ് ഇരിക്കാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫാൻ വരുന്നുണ്ട് ഇവിടെയായിട്ട്. അതായത് നോർത്ത് സൈഡിൽ ഫ്രഞ്ച് വിൻഡോ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസ് വരുന്നുണ്ട്. അപ്പോൾ വിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിലേക്ക് കയറുന്ന ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേലൊരു സ്പേസ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പവർ പോയിൻ്റ് കിട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു അയണിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അയൺ ടേബിൾ പോലെ നമുക്ക് യൂസ് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിൽ തന്നെയാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇതിൻ്റെ നീളം 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഒക്കെ വരുന്നുണ്ട്. ബെഡ് സ്വിച്ച് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സൗത്തിലേക്ക് വരുന്ന രീതിയിൽ സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് കബോർഡ് വന്നിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമുക്ക് സൗത്ത് വെസ്റ്റ് കോർണറിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ സൗത്ത് വെസ്റ്റ് കോർണറിലാണ് വന്നിരിക്കുന്നത്. താഴത്തെ ബെഡ്റൂമിൻ്റെ സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 12 അടി നീളവും 12 അടി വീതി വന്നിട്ടുണ്ട്. ഗ്ലാസ് വിൻഡോസുകൾ വന്നിട്ടുണ്ട്. സൗത്തിലേക്ക് ഹെഡ് പൊസിഷൻ വരുന്ന രീതിയിൽ ബെഡ് സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കബോർഡ് വിത്ത് മിററോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. സെയിം പാറ്റേൺ തന്നെയാണ്. കളർ പാറ്റേണൊക്കെ സെയിം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസിയാണ്. കൗണ്ടർ വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡയവേറ്റർ, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഹീറ്റ് ആൻഡ് പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല പാറ്റേണുള്ള ഡോറും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ യൂട്ടിലിറ്റി ഒന്ന് കാണാം. കിച്ചന് മേലെയാണ് ഈ യൂട്ടിലിറ്റി സ്പേസ് വന്നിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. മേലെ ഭംഗിയായിട്ട് ഷീറ്റ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷികളൊന്നും കിടക്കാത്ത രീതിയിൽ ഗ്രില്ല് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ടെർ സൈഡിലേക്ക് കയറുന്ന ഭാഗമാണ് ഇവിടെ. സ്റ്റെയർ വന്നിരിക്കുന്നത് കോൺക്രീറ്റിലാണ്. സ്റ്റെപ്പ് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മേലെ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് ഡാം പ്രൂഫും കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം. ബാൽക്കണിയിലേക്ക് പോകുന്ന എൻട്രൻസിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടീക്കൂട്ടിലാണ് ഇതിൻ്റെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതിവിശാലമായുള്ളൊരു ബാൽക്കണിയാണ്. ബാൽക്കണിയും ഫാൾ സീലിംഗ് വർക്കും സിലിണ്ടറിങ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലൂവറിൻ്റെ വർക്ക് വരുന്നുണ്ട്. വലിയൊരു ഊഞ്ഞാലും മറ്റുമൊക്കെ കൊടുക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. അപ്പം മനോഹരമായിട്ടുള്ളൊരു വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 6 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2600ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന 4+ സ്റ്റഡിയാണ് നമ്മളിപ്പോൾ കണ്ടത്. 2 ലിവിങ് സ്പേസ് വരുന്നുണ്ട്. മനോഹരമായിട്ട് ബാൽക്കണി വരുന്നുണ്ട്. അതിവിശാലമായുള്ളൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ കോമ്പൗണ്ടിനകത്ത് വരുന്നുണ്ട്. നല്ല കിണർ വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. 4 ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റഡി റൂം വരുന്നുണ്ട്. ഇത്രയും ഭംഗിയായിട്ടാണ് വീട് ഒരുക്കിയിരിക്കുന്നത്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 1,23 ലക്ഷം രൂപ മാത്രമാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. ഇതിൻ്റെ ലോൺ വർക്കിനും ഇതിൻ്റെ സൈറ്റ് വിസിറ്റിനും എന്താവശ്യത്തിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. മടിക്കാതെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.